ഹായ് അസ്സലാമു അലൈക്കും. നമ്മൾ ഇത് സ്പെഷ്യലായിട്ട് ഇന്നലെ കടായി ഉണ്ടാക്കി. കടായിൻ്റെ കൂടെ ഫ്രൈഡ് റൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫ്രൈഡ് റൈസിന് വേണ്ട സാധനങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ക്യാരറ്റ്, ഗ്രീൻ പീസ്, പിന്നെ കുറച്ച് ബീൻസ്, ബ്രെഡ്, ക്യാപ്സിക്കം, പിന്നെ ഉള്ളി ഒന്ന് അരിഞ്ഞത്, പിന്നെ സവാള, പട്ട, ഗ്രാമ്പു, അതേപോലെ കുറച്ച് ഏലക്കായും പീസും. ഇതാണ് നമ്മുടെ ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെക്കുക. ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ 2 ബ്രെഡ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചതുരത്തിൽ ഒന്ന് മുറിച്ചിട്ട് അത് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ എണ്ണ ചൂടായാൽ ഇതേപോലെ നമ്മുടെ ബ്രെഡ് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. ഒന്ന് ചൂടായി വരുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണേ. നമ്മുടെ ബ്രെഡ് പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ അരി വേവിച്ചെടുക്കണം. അപ്പോൾ അരി വേവിക്കാനായിട്ട് അടുപ്പിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടാവുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പട്ട, അതേപോലെ തന്നെ ഗ്രാമ്പു, ഏലക്കായ എന്നിവ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരമണിക്കൂർ മുന്നേ നമ്മുടെ അരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ അരി ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ആ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ അരി വെന്ത് വരുമ്പോൾ കട്ട പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ആദ്യം ഇങ്ങനെ വറുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചൂടാവുമ്പോൾ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം പാർന്നു കൊടുക്കണം കേട്ടോ. നല്ല തിളച്ച വെള്ളം പാർന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അവസാനമായിട്ട് ഇതിലേക്ക് നമ്മൾ ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം. ചെറുനാരങ്ങ പിഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു പാത്രം വെച്ചിട്ട് മൂടി വെക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ അരി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ഊറ്റിയെടുക്കണം. ഒരിക്കലും ഫ്രൈഡ് റൈസിൻ്റെ അരി നല്ല വേവായി പോകരുത്. ഒരു പാകത്തിനുള്ള വേവ് മതി കേട്ടോ. ഊറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ഇത് ഊറ്റിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല വൃത്തിയുണ്ട്, നല്ല വെള്ള നിറമാണ് കാണാൻ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബാക്കി പരിപാടി ചെയ്യണം. അപ്പോൾ അതിനായിട്ട് അടുപ്പിൽ വേറെ ഒരു പാത്രം വെക്കാം. ഈ പാത്രം വെച്ചിട്ട് ഇതിലേക്ക് നേരത്തെ പോലെ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ
നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ഇട്ടുകൊണ്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ആദ്യം ഇട്ടത് ബീൻസാണ്. ബീൻസ് ഏത് പച്ചക്കറിയും നന്നായിട്ട് വെന്തു പോവരുത്, ആ ഒരു പച്ച നിറം തന്നെ നമുക്ക് വേണം. അപ്പോൾ അത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക. ഇനി ഇതും ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഒന്ന് വാടി വരുമ്പോൾ അതും ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒന്ന് ഇട്ടിട്ട് കുറച്ച് മതി, അത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ക്യാരറ്റ് ഒന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതും ഒരു സൈഡിലോട്ട് മാറ്റി വെക്കണം. ഇനി നമ്മുടെ ക്യാബേജ് ഇട്ട് കൊടുക്കുക. ക്യാബേജും ഇതേപോലെ തന്നെ ഇളക്കുക. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അവസാനമായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു, ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ റൈസിലേക്ക് വേണ്ട ഉപ്പ് റൈസ് തന്നെ ഇട്ടിരുന്നു. ഇനി നമുക്ക് വെജിറ്റബിൾസിലുള്ളത് മാത്രം മതി. അപ്പോൾ ഉപ്പൊന്ന് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വേവ് കൂടി പോവരുത്. ഓക്കെ, ഇനി ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് പതുക്കെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ വെജിറ്റബിൾസും റൈസും കൂടെ തമ്മിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലായിടത്തും നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക. നമുക്ക് കാഷ്യൂ ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, കാഷ്യൂ വറുത്തെടുക്കണം. അപ്പോൾ ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ കാഷ്യൂ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഇനി നിറം മാറി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ റൈസിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ റൈസൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഒരു പാത്രം അതിൻ്റെ മുകളിലൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കണലിട്ട് കൊടുക്കുക. നമ്മുടെ ആ ഒരു വെജിറ്റബിൾസിൻ്റെ സ്മെല്ലൊക്കെ നമ്മുടെ റൈസിലേക്ക് പതിയാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്ന് ദമ്മിടുന്നത്. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കടായും കൂടെ വേണം. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ഒപ്പം താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും കൂടെ അമർത്തിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.